ഇവർ കള്ളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. രണ്ടാമത്തെ കൊലപാതകം നേരത്തെ പറഞ്ഞിരുന്നു. കൊലപാതകത്തിനോട് ചേർത്ത് മൃഗബലി നടത്തുന്നവരാണ് ഇവര്. അവര് ഈ പിന്നെ കാളി പൂജയിലൊക്കെ ഉണ്ട് പണ്ട് തൊട്ട്. പിന്നെ എന്താ പറയാ, ആടുകളെയൊക്കെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്കും ബലിയെന്ന് പറയുന്ന ഇവരുടെ ഇതാണ്. പിന്നെ ദൈവത്തിന്റെ നാമത്തിൽ മനുഷ്യനെ കൊല്ലുമല്ലോ. ഇപ്പൊ അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് കൊല്ലുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ഹരഹര മഹാദേവ് എന്നാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് കൊല്ലുവെന്ന് പറഞ്ഞാൽ അതൊരു നരബലിയാണ്. ഇനി ഇതിന്റെ പേര് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമേ അല്ല. കാരണം ഞാൻ ആരെയും ദ്രോഹിക്കാനല്ല പറഞ്ഞ, ആരെ കുറ്റം പറയല്ല, എല്ലാവരുടെയും സ്നേഹത്തോട് പറയും. ഞാൻ സത്യം മാത്രം പറയാണ്. അതാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു വിഷയമല്ല. അപ്പം മൃഗബലി നടത്തും. എല്ലാ മൃഗങ്ങളും ഇന്ന് നമ്മൾ നോക്കി മൃഗങ്ങളെ അറക്കുന്നവരാരാണ്? ഈ ലോകത്ത് മൃഗങ്ങളെ കൊല്ലുന്നവരാണ്. ഈ കൊല്ലുന്നവരൊക്കെ അസുരന്മാരാണ്. മൃഗങ്ങളെ കൊല്ലുന്നവര്, പിന്നെ ഇറച്ചിക്കട നടത്തുന്നവരും, പിന്നെ എല്ലാം കോഴിയെ കൊല്ലുന്നതും മൃഗങ്ങളെ കൊല്ലുന്നതും ഒക്കെ ആരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത് അസുരന്മാരെയാണ് സ്വഭാവം. പിന്നെ ഇവര് ശിവന്മാരാണ്. ഇവർക്ക് കാമമാണ് ഭയങ്കരമായിട്ട്. ആ കാമത്തിന്റെ ഭാഗമായിട്ട് ലിംഗ പരിച്ഛേദനം ചെയ്യുന്ന സ്ത്രീകളെ യോനിതള ഛേദനം ചെയ്യുന്ന ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട്. പിന്നെ ശിവസന്യാസിമാരുണ്ട്, അഘോരികളൊക്കെ ലിംഗം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കും. ചില സന്യാസിമാരുടെ ലിംഗം തൊഴാൻ പോകുന്ന വിവരദോഷികളായ മനുഷ്യരുണ്ട്, ലിംഗത്തെ തൊട്ട് പൂജിച്ച് തൊഴുന്നുണ്ട്. ഇതെല്ലാം ശിവസന്യാസി, ഇതെല്ലാം അസുരന്മാരുടെ സന്യാസിമാർ ചെയ്യുന്ന പണിയാണ്. പിന്നെ ഇവർ മറ്റൊരു സഭ ഒരു കുറ്റം കണ്ടുപിടിക്കുക. എന്തെല്ലാം നല്ലത് ചെയ്താലും, എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അതൊന്നും അവർ കാണത്തില്ല. അവരിൽ എവിടെയുണ്ടോ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചു വരാൻ നമുക്ക് തോന്നുന്നു. അതായത് നിവേദ്യം ഇരുന്നാലും, നിവേദ്യം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് പൂജ, അതിനകത്ത് അവർ അമേദ്യം തരിക. അതിനകത്ത് അമേദ്യം എവിടെ ഇരിക്കുന്നത് നോക്കുക. അതാണ് ഇവരുടെ സ്വഭാവം. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും ഒരു നല്ല കാര്യം അവർ പറയത്തില്ല. കുറ്റം എവിടെയുണ്ടോ അത് മാത്രം തെരഞ്ഞു നടക്കുന്നവരാണ് ഇവര്. പിന്നെ ക്രൂരത, എന്ത് ക്രൂരതയും ചെയ്യും, എന്ത് ബലാത്സംഗം ചെയ്യും, പിന്നെ കുഞ്ഞുങ്ങളെ കൊല്ലും. ഈ അസുരാണിമാർ, ഈ അസുരന്മാരുടെ ഭാര്യമാരാണ് അസുരാണിമാര്. ഇവര് സ്വന്തം പ്രസവിച്ച കുഞ്ഞുങ്ങളെ വലിച്ചെറും, അവരെ കൊല്ലും, ക്രൂരമായിട്ട് കൊല്ലും, കഴുത്ത് ധരിച്ചു കൊല്ലും, എല്ലാ ക്രൂരതകളും ഇവർ ചെയ്യും. പിന്നെ വഞ്ചന, ചതി, ബലി, പിന്നെ ഞാൻ പറഞ്ഞു ബലാത്സംഗം, പിന്നെ രാജ്യദ്രോഹം. രാജ്യദ്രോഹത്തിന് ഇവർ മുൻപന്തിയിലാണ് നിൽക്കുന്നത്. പിന്നെ സനാതന വിരോധം ഉള്ളവരാണ് ഇവര്. അതുപോലെ മാതാപിതാക്കളെ ഇന്ന് നോക്കി പരിത്യജിക്കുന്നവര്, സ്വന്തം മാതാപിതാക്കളെ കൊല്ലുകയും മക്കളെ ബലാത്സംഗം ചെയ്യുന്നവരും, പിന്നെ മകനെ, എനിക്ക് ഒരുപാട് പേരെ അറിയാം, മകനെ ഭർത്താവായി സ്വീകരിക്കാൻ അല്ലെ മകന്റെ കൂടെ കഴിയുന്ന അമ്മമാര് വരെയുണ്ട്. അത്ര നീച്ച സ്വഭാവമുള്ള ഏറ്റവും താമസന്മാരായ ഇവരെ മ്ലേച്ഛരെന്നല്ല എന്താ പറയുക, അങ്ങനെ എല്ലാ രീതിയിലും ഉള്ള നെഗറ്റീവ് സ്വഭാവങ്ങൾ മുഴുവൻ ഉള്ളവരാണ് അസുരന്മാർ സഞ്ചരിക്കുന്ന ഇടത്തോട്ടാണ്. നമുക്കറിയാം, ഒരു സംഖ്യാരേഖയെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? സംഖ്യാരേഖയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വലത്തോട്ട് പോകുമ്പോൾ +1 +2 +3 +4 എന്ന് വരും. അത് സംഖ്യയുടെ മൂല്യം കൂടുകയാണ്. ഇടത്തോട്ട് പോയാലോ സംഖ്യയുടെ മൂല്യം കുറയും. -1 -2 -3 -4 എന്ന് പറഞ്ഞ് എത്ര ഇടത്തോട്ട് പോകുന്ന അത്രയും അവരുടെ മൂല്യം കുറയണം. അപ്പം തീരെ മൂല്യം കുറഞ്ഞ അധമ സ്വഭാവമുള്ളവരാണ് ഈ മൂന്നാംകിട മനുഷ്യരായ അസുരന്മാരെന്ന് പറയുന്നത്. അവരാണ് ഈ ലോകത്തിൽ കൊള്ളരുതായ്മകൾ മുഴുവൻ ചെയ്യുന്നത്. ഇത്രയും പറയാതിരുന്നാല്